ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പണി പോന്ന് കേൾക്കണ്ടല്ലേ. പക്ഷെ ഇതേ AI മാത്രം യൂസ് ചെയ്താണെങ്കിൽ നിങ്ങളെ തല പോകാനുള്ള ചാൻസും കൂടെ ഉണ്ട്. റീസെന്റ് MIT ഒരു ബ്രെയിൻ സ്കാൻ സ്റ്റഡി നടത്തി. അതായത് 18 to 34 ഏജ് ഗ്രൂപ്പിലുള്ള ഒരു 54 ആൾക്കാരെ ചൂസ് ചെയ്തു. അവരെ 3 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റത്തെ ഗ്രൂപ്പ് വാസ് LLM ഗ്രൂപ്പ്, ChatGPT, AI ബോട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് സെർച്ച് എഞ്ചിൻ ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പ് വാസ് ബ്രെയിൻ ഓൺലി യൂസേഴ്സ്. അങ്ങനെ ഈ സ്റ്റഡി എങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് ടാസ്ക് കൊടുത്തു എസ്സേ എഴുതാൻ. ഈ എസ്സേ ആദ്യം കംപ്ലീറ്റ് ആക്കിയതാരാ? ChatGPT യൂസേഴ്സാ. പക്ഷെ ലാസ്റ്റ് കംപ്ലീറ്റ് ആക്കിയതാരാ? ബ്രെയിൻ ഓൺലി യൂസേഴ്സാ. ഈ എസ്സേ കഴിഞ്ഞപ്പോ അവരെന്ത് എഴുതിയെന്ന് വെച്ചപ്പോ ഈ ChatGPT യൂസേഴ്സിന് എന്താന്ന് പോലും ഓർമ്മയില്ല. ലാസ്റ്റ് 92% ഓഫ് ബ്രെയിൻ ഓൺലി യൂസേഴ്സിന് അവരെന്ത് എഴുതിയെന്ന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഈ സ്റ്റഡിന്റെ ഒരു എൻഡിലെ റിപ്പോർട്ട് ഫൈനൽ ഔട്ട് എന്താന്ന് വെച്ചാല് ChatGPTനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വർക്ക്സും ടാസ്കും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള കുറെ ന്യൂറൽ ആക്ടിവിറ്റീസും ന്യൂറൽ സെൽസ് ഒക്കെ നമുക്ക് ലോസ്റ്റ് ആയി പോവാണ്. ആക്ച്വലി ChatGPTനെയും AIസിനെയൊക്കെ നമ്മൾ ഒരു മാസ്റ്റർ ആയിട്ട് കീപ്പ് ചെയ്യാതെ അവരൊരു അസിസ്റ്റന്റ് ആക്കിയിട്ട് വെക്കാം. അത് നമുക്ക് ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളും നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാത്രം അവരെ ഡിപ്പെൻഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രെയിനിന് തന്നെയാണ് അത് പണി തരാൻ പോകുന്നത്. സോ ഇനി അടുത്ത പ്രാവശ്യം AIs ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവർ അസിസ്റ്റന്റ് ആക്കാൻ മറന്നുകൊണ്ട, അവരെ മാസ്റ്റർ ആക്കണ്ട. ഓക്കെ.